നമ്മുടെ കുക്കർ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 500 ഗ്രാം ചിക്കൻ ആട്ടോ എടുത്തത്. ഇത് കറി പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് മസാല പുരട്ടി വെക്കാം. ഓക്കെ, മസാല പുരട്ടാൻ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു. ഇനി കുറച്ച് ചെറുനാരങ്ങ നീര്, ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, 1.5 ടീസ്പൂണിൻ്റെ. അത് ബാക്കി ഇവിടെ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് മസാലയിൽ ചേർക്കാം. ഇതും ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം വേണമെന്നില്ല ഇതും മുളക് പൊടിയും ഇടാം. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി, അതേപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ തൈരാട്ടോ, തൈരും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ വെക്കണം. ഇത് നമ്മുടെ ചിക്കനില്ലേ എല്ലാ മസാല ഒക്കെ പിടിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിനി. അപ്പം ഞാനിതാ നമ്മളെ കുക്കർ വെച്ചുകൊണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതേപോലെ 1 ടേബിൾ സ്പൂണ് നെയ്യ്. ഇതൊന്ന് ചൂടായി, നമ്മൾ എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരും. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പിസ്ത ആട്ടോ എടുത്ത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് തന്നെ എടുത്തോളൂ. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പും കോരിയുണ്ട്. ഇനി നമുക്ക് ഉള്ളി വറുത്ത് കോരി എടുക്കാം. ഞാൻ മൊത്തത്തിൽ ഒരു 2.5 ഉള്ളി കേട്ടോ ഞാൻ എടുത്തത് 500 ഗ്രാം ചിക്കന് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു 1.5 ഉള്ളി നമുക്കൊന്ന് ആദ്യം വറുത്ത്. അപ്പോൾ അത് നമ്മളെ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. മാറ്റിയ അതേ എണ്ണയിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഉള്ളി ഇട്ടെടുക്കാം. അപ്പോൾ ബാക്കി ഒരു ഉള്ളി ഉണ്ടായിരുന്നു, അതൊന്ന് നന്നായി ഉള്ളിയൊക്കെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നേരത്തെ ബാക്കി വെച്ചില്ലേ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ടാണ് നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തത് കേട്ടോ. ഇനി നമുക്ക് ഒരു 4 എരിവുള്ള പച്ചമുളക്. ഇത് മാത്രമാണ് ഇതിൽ നല്ല എരിവായിട്ടുള്ളത്, വേറെ ഒക്കെ ഇത്തിരി ആഡ് ചെയ്താൽ വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 വലിയ തക്കാളി കേട്ടോ ഒന്ന് ആഡ് ചെയ്യാം. തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന്. ഇനി നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കൻ ഒന്ന് ഈ കൂട്ടിലേക്ക് നന്നായി യോജിപ്പിച്ചു കൊടുക്കും. നമ്മുടെ ചിക്കനും മസാലക്കൂട്ടും നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ഇത്രയും പിടി പുതിനയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല, ബിരിയാണി മസാലൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 1 ടേബിൾ സ്പൂൺ ആട്ടോ, 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല. ഇവിടെ തന്നെ പൊടിച്ചതാട്ടോ. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരി വേവാനോടുള്ള വെള്ളം കണക്കാക്കി ഒഴിക്കണം. ഇത് ഞാൻ ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തത്. അതിന് അതേ അളവിലുള്ള വെള്ളം ആട്ടോ കുക്കർ ബിരിയാണിക്ക് വെക്കേണ്ടി. 2 ഗ്ലാസ് വെള്ളം, 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. എത്രയാണോ അരി എടുക്കുന്നത് അതേ അളവിലുള്ള വെള്ളം. ഇനി ഇതൊന്ന് ഇവിടെ കിടന്ന് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ചോറിന് മൊത്തത്തിലുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി എന്നത് 2 കപ്പ് അരി കഴുകി കുതിർത്തതാട്ടോ. 15 മിനിറ്റ് കുതിർത്തെടുത്തതാണ്. കൈമ റൈസാണ് ഞാൻ എടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ബസ്മതി അരിയും വേണേൽ യൂസ് ചെയ്യാം. പക്ഷെ അത് 1/2 മണിക്കൂർ നിങ്ങൾ കുതിർത്ത് വെക്കണം. ഇതാ അരി ഞാൻ ഇതിൽ ചേർത്ത്. ഇനി നമുക്കിതൊന്ന് ഇപ്പം വേണേൽ ഉപ്പൊക്കെ നോക്കാം. നിങ്ങൾക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചെടുക്കുക. അതേപോലെ 1 ടീസ്പൂണ് പശു നെയ്യ് ഒരു 1/2 kg ഇട്ട് കൊടുക്കുക. അതേപോലെ നേരത്തെ പൊരിച്ച് വെച്ചതിന്
ഒരു പകുതി ഉള്ളി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഈ കുക്കർ ഒന്ന് അടയ്ക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുമ്പോൾ, ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യണേ. എന്നിട്ട് ഒരു അരമണിക്കൂർ വരെ അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് മാത്രമേ തുറന്നു നോക്കാം. ഇതാ നമ്മളെ കുക്കർ ബിരിയാണി ഇവിടെ റെഡിയായി. ഇപ്പോൾ 1 മണിക്കൂറോളായിട്ടോ. ഞാൻ കുറച്ച് ലേറ്റായി പോയി തുറക്കാൻ. ഞാൻ കാണിച്ചു തരാം. അതാ കണ്ടോ, ബിരിയാണി നന്നായി വേറിട്ട ചോറാണ്. ഇങ്ങനെ കിട്ടണം നമ്മളെ ചോറ്. ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു. നമ്മളെ ബിരിയാണി കണ്ടോ, ഞാൻ പ്ലേറ്റിലേക്ക് വിളമ്പി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ചോറ്, അതേപോലെ ചിക്കനൊക്കെ നല്ലോണം വെന്തുണ്ട്. ഇതാണ് നമ്മൾ ഈസി, എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കണ്ടില്ലേ. ഓക്കെ, നിങ്ങൾ 2 കാര്യം മാത്രം ശ്രദ്ധിക്കുക. അരി എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ വെള്ളം എടുക്കണം. ഓക്കെ, അതേപോലെ ഒറ്റ വിസിൽ, കുക്കറിൽ ഒരു വിസിൽ അടിക്കുകയും നിങ്ങൾ ഓഫ് ചെയ്യുകയും വേണം. ഈ 2 കാര്യവും ശ്രദ്ധിച്ചാൽ അടിപൊളി ബിരിയാണി നമുക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്നും പറയുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.